പശ്ചിമബംഗാളിൽ അവസാനഘട്ട വോട്ടെടുപ്പിൽ മികച്ച പോളിംഗ്. 11 മണി വരെ 39.9% പോളിംഗ്. മിക്ക ബൂത്തുകളിലും സ്ത്രീകളുടെ നീണ്ട നിരയാണ്. വോട്ടെടുപ്പിനോടനുബന്ധിച്ച് ബംഗാളിൽ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പലയിടത്തും സംഘർഷം. ബസന്തി നിയമസഭാ മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി വികാസ് സർദറിനെ ആക്രമിച്ചു. കേരളം ഉൾപ്പെടെ 5ഇടങ്ങളിലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇന്ന് വൈകിട്ട് വരികയും ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, ബംഗാളിൽ അവസാനഘട്ട വോട്ടെടുപ്പ് എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? 11 മണി വരെയുള്ള ശതമാനക്കണക്ക് 39.9%. ഒപ്പം ചില ബൂത്തുകളിലൊക്കെ ആക്രമണങ്ങളും ഉള്ളതായി കേൾക്കുന്നു. കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടും അങ്ങനെ സംഭവിക്കുന്നു. എന്താണ് അവിടെ നിന്നും അറിയാനാവുന്നത്? പശ്ചിമബംഗാളിൽ അവസാനഘട്ട വോട്ടെടുപ്പിലും മികച്ച പോളിംഗാണ്. പോളിംഗ് ബൂത്തുകളിലെല്ലാം ജനങ്ങളുടെ വലിയ നിര നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. 11 മണിവരെയുള്ള കണക്കനുസരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചത് 39.9%. അതായത് 40% തന്നെ 11 മണിയോടുകൂടി പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് രണ്ടാം ഘട്ടത്തിലും 90% മുകളിലേക്കോ 90%-അടുത്തേക്കോ പോളിംഗ് എത്തും എന്നുള്ളത് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും രാഷ്ട്രീയ പാർട്ടികളും കണക്കുകൂട്ടുന്നത്. കാർഡടക്കിയുള്ള പ്രചാരണം തൃണമൂൽ കോൺഗ്രസും BJPയും ബംഗാളിൽ നടത്തിയിരുന്നു. അത്തരത്തിൽ വാശിയേറിയ പോരാട്ടം, അതോടൊപ്പം തന്നെ SIR നടപടികൾ, മുഴുവൻ വോട്ടർമാരെയും പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാര്യപരിപാടികൾ, ഇതെല്ലാം തന്നെയാണ് പോളിംഗ് ശതമാനം ഉയരാൻ കാരണമായി വിലയിരുത്തേണ്ടത്. ഒപ്പം വോട്ടെടുപ്പിനോടനുബന്ധിച്ച് പല സ്ഥലങ്ങളിലും ഇതിനോടകം തന്നെ സംഘർഷം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബസന്തി നിയമസഭാ മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥി വികാസ് സർദറിനെ ആക്രമിച്ചു. കൂടാതെ ഡയമണ്ട് ഹാർബർ മണ്ഡലത്തിൽ ഫാൾട്ട മേഖലയിൽ ഈ വോട്ടിംഗ് മെഷീനിൽ താമര ചിഹ്നം സെല്ലോ ടാപ്പ് വെച്ച് ഒട്ടിച്ചു എന്ന BJP പ്രവർത്തകർ ആരോപിക്കുകയും ഇതിനെ തുടർന്ന് അവിടെ നേരിയ സംഘർഷം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നോർത്ത് 24 പർഗാനസ് മേഖലയിൽ വോട്ടിംഗ് മെഷീൻ തകരാറിനെ തുടർന്ന് ദീർഘസമയം പോളിംഗ് തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ടായി. അതും വാക്കുതർക്കത്തിനും സംഘർഷത്തിനും കാരണമായിട്ടുണ്ട്. അത്തരത്തിൽ ഒരു വലിയ അക്രമ സംഭവങ്ങൾ മുൻപ് ബംഗാളിലെ തെരഞ്ഞെടുപ്പ് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അറിയാം, പരക്കെയുള്ള അക്രമങ്ങളും ബോംബേറും ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ആ സംഘർഷത്തിന് അയവ് വന്നിട്ടുണ്ട് എങ്കിൽ പോലും നോർത്ത് 24 പർഗാനസ് കൂടാതെ ബാസന്തി, ഡയമണ്ട് ഹാർബർ മേഖലയിൽ ചില ഒറ്റപ്പെട്ട അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് പോളിംഗിനെ ബാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് 11 മണിവരെ 39.9% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. സംസ്ഥാനത്ത് അതിശക്തമായിട്ടുള്ള പോരാട്ടം BJPയും തൃണമൂൽ കോൺഗ്രസും തമ്മിൽ നടക്കുകയാണ്. അതിൽ ഏറ്റവും നിർണായകം ഈ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങൾ തന്നെയാണ്. കാരണം ആദ്യഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിട്ടുള്ള വടക്കൻ ബംഗാൾ മേഖല നേരത്തെ BJPക്കൊപ്പം നിന്ന, അല്ലെങ്കിൽ നിലവിൽ BJPയുടെ കയ്യിലുള്ള സിറ്റിംഗ് മണ്ഡലങ്ങളാണ്. BJPയുടെ നിലവിൽ രണ്ടാം ഘട്ടത്തിൽ എത്തുന്നതാകട്ടെ തൃണമൂൽ കോൺഗ്രസിന്റെ ഉറച്ച കോട്ടകളാണ്. അവിടെ വിള്ളൽ വീഴ്ത്താൻ, പ്രത്യേകിച്ച് കൊൽക്കത്ത, ഹൂഗ്ലി മേഖലകളിൽ തൃണമൂൽ കോട്ടകൾ പിടിച്ചെടുത്തുകൊണ്ട് ഇത്തവണ ബംഗാളിൽ ഭരണം നേടാനുള്ള വലിയ പദ്ധതിയായിരുന്നു പ്രചരണത്തിൽ BJP ആവിഷ്കരിച്ചത്. അത് വിജയിക്കുകയാണെങ്കിൽ മാത്രമായിരിക്കും ബംഗാളിൽ ഭരണത്തിലേക്ക് എത്താൻ BJPക്ക് സാധിക്കുക. അതല്ല, ഈ രണ്ടാം ഘട്ടത്തിൽ പോളിംഗ് നടക്കുന്നതിൽ ഭൂരിപക്ഷം മണ്ഡലങ്ങളും കഴിഞ്ഞ കാലത്തെ പോലെ തൃണമൂലിന് മുൻപിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ മമതാ ബാനർജിക്ക് ഭരണ തുടർച്ചയുണ്ടാകും. ഏതായാലും പോളിംഗ് പുരോഗമിക്കുകയാണ്. ബംഗാളിലെ വോട്ടെടുപ്പ് അവസാനിച്ചാലുടൻ കേരളം, പുതുച്ചേരി, അസം, ബംഗാൾ, തമിഴ്നാട് ഈ 5ഇടങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 5ഇടങ്ങളിലെയും എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവരും. യഥാർത്ഥ ഫലമല്ല എങ്കിൽ പോലും ആ സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതായിരിക്കും എക്സിറ്റ് പോൾ പ്രവചനം.